അപ്പൊ മഖ്റജ് എന്ന് പറഞ്ഞാൽ അക്ഷരം പുറപ്പെടുന്ന സ്ഥാനം എന്നാണ്. മഖ്റജുകൾ അറബി അക്ഷരങ്ങളുടേത് പൊതുവായ മഖ്റജുകൾ, അതായത് മെയിൻ മഖ്റജുകൾ 5 എണ്ണമാണ്. അതിപ്പോ തന്നെ എല്ലാവരും പറഞ്ഞു തരണം. ഞാൻ ആദ്യം ഒരു 3 പ്രാവശ്യം പറയും. അറബി അക്ഷരങ്ങൾ പുറപ്പെടുന്ന പൊതുവായ സ്ഥലങ്ങൾ എത്ര എണ്ണാണ് നിങ്ങൾ പറയൂ. ഈ ഞാൻ പറയുന്ന അതതുകൾ കൗണ്ട് അത് അവിടെ ബൈഹാർട്ടാക്കി വെക്കുക കേട്ടോ. 5 എണ്ണമാണ്. 1 വായയുടെ തുറന്ന സ്ഥലം അൽ ജൗഫ്. അറബിയും മലയാളം കൂടെ ഹിഫ്ളാക്കുക. ഒന്നാമത്തത് അൽ ജൗഫ്, വായയുടെ തുറന്ന സ്ഥലം. രണ്ടാമത്തേത് ഹൽഖ്, മലയാളത്തില് തൊണ്ടയുടെ ഭാഗങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ നമുക്ക് ആ പൊതുവായ പോയിന്റുകൾ മനസ്സിലാക്കാം. 1 അൽ ജൗഫ്, വായയുടെ അന്തരീക്ഷം തുറന്നു. 2 അൽ ഹൽഖ്, തൊണ്ട. 3 അൽ ലിസാൻ. ഇപ്പൊ ആരും എഴുതാൻ നിൽക്കണ്ട, ഇത് ഇങ്ങനെ തന്നെയാണ് ഹിഫ്ളാക്കുക. നമ്മൾ മൈൻഡ് ഒന്ന് മെമ്മറി പവർ നോക്കാം. മെമ്മറി പവർ. ഓക്കെ. മൂന്നാമത്തെ എന്താണ്? ലിസാൻ, നാവ്. നാലാമത്തേത് അശ്ശഫതാനി, 2 ചുണ്ടുകൾ. അഞ്ചാമത്തേത് ഒരു പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, അൽ ഖൈശൂം, തരിമൂക്ക്. ഇത് അംഫ്, ഇത് ഖൈശൂം, മുകൾ ഭാഗം. ഒന്നുകൂടെ പറയാം. അക്ഷരങ്ങളുടെ, അറബി അക്ഷരങ്ങളുടെ പൊതുവായ മഖ്റജുകൾ 5 എണ്ണമാണ്. 1 അൽ ജൗഫ്, വായയുടെ അന്തരീക്ഷം. 2 അൽ ഹൽഖ്, തൊണ്ട. 3 അൽ ലിസാൻ, നാവ്. 4 അശ്ശഫതാൻ, 5 അൽ ഖൈശൂം, തരിമൂക്ക്. ഇതിപ്പോ എല്ലാവർക്കും അവിടെ തറവായി അല്ലേ? ഓക്കെ, ഇതവിടെ ഉറപ്പിക്കും. ഇനി നമുക്ക് ഇനി തലക്കുന്ന ഒന്നുകൂടെ വരാം. ഓരോ മെയിൻ മഖ്റജിലും, ഇനി ഇതിൽ നിന്ന് ഓരോ മെയിൻ മഖ്റജിലും ഇങ്ങനെ ചെറിയ ചെറിയ പോയിന്റുകൾ ഉണ്ടാവും. വിശാലമായി പറയുമ്പോൾ ഡീറ്റെയിൽ ആയി വരുമ്പോൾ 17 മഖ്റജുകളാണുള്ളത്. അപ്പൊ ഖുർആൻ ഓതുമ്പോൾ നമുക്ക് ഏതൊരു പേജിൽ നോക്കിയാലും ഉള്ള അക്ഷരങ്ങൾ മൊത്തം ആകെ എത്ര പോയിന്റ് എന്ന് വരുന്നത്? 5. മെയിൻ 5ഉം ഡീറ്റെയിൽ ആയിട്ട് ആ 5 വ്യത്യസ്ത പോയിന്റുകളാകുമ്പോൾ എത്ര എണ്ണം? 17. അത് അവിടെ ഉറപ്പിക്കും. ആ 17 നമുക്ക് ഞാനൊന്ന് ഉണ്ടാക്കി തരാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ജൗഫില് ഒരു മഖ്റജ് 3 അക്ഷരങ്ങൾ. ഇപ്പൊ ആ എണ്ണം മാത്രം പഠിച്ചാൽ മതി. നമ്മളിപ്പോ മെയിൻ മഖ്റജ് പഠിച്ചു, വളരെ സിമ്പിൾ ആയി കാണാതെ പഠിക്കും. ജൗഫില് ഒരു മഖ്റജ് എത്ര അക്ഷരം? 3 അക്ഷരങ്ങൾ അല്ലെ? 3 അക്ഷരങ്ങൾ. ഇനി തൊണ്ടയുടേത് പിന്നെ നിങ്ങൾക്കറിയാം. തൊണ്ടയില് 3 മഖ്റജ് എന്ന് പറഞ്ഞാൽ 3 പോയിന്റ് നടത്തും. 3 പോയിന്റ് 6 അക്ഷരങ്ങൾ. ക്ലിയർ ആയോ? ജൗഫില് ഒരു മഖ്റജ് എത്ര അക്ഷരം? 3 അക്ഷരങ്ങൾ. നിങ്ങളെ ഇനി ലാസ്റ്റ് എത്തുമ്പോ നിങ്ങൾക്ക് 17 കിട്ടണം കേട്ടോ. 2 ഹൽഖില് 3 മഖ്റജ് എത്ര അക്ഷരം? 6 അക്ഷരം. മൂന്നാമത്തെ ആൾ ആരാണ്? നാവില് 10 മഖ്റജ് 18 അക്ഷരം. നാവില് എത്ര പോയിന്റ് ഉണ്ട്? 10 മഖ്റജ് 18 അക്ഷരങ്ങൾ. ക്ലിയർ അല്ലേ? ഇനി ഷഫത്താനിയില് 2 ചുണ്ടിൽ 2 മഖ്റജ് 4 അക്ഷരം. ചുണ്ടില് എത്ര മഖ്റജ്? 2 മഖ്റജ് 4 അക്ഷരങ്ങൾ. പിന്നെ ഖൈശൂമിൽ ഒരു മഖ്റജ്, അത് ഗുന്നത്തിന്റെ സ്ഥലം, തരിമൂക്കിൽ നിന്ന് വരുന്നത് ഗുന്നത്താണ്. ഇപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. 5 മെയിൻ മഖ്റജ്, അതിൽ ഓരോന്നിലും ഡീറ്റെയിൽ ആയിട്ടുള്ള പോയിന്റ് പറയാൻ പോവാണ്. 1 ജൗഫ്, ഒരു മഖ്റജ് 3 അക്ഷരം. 2 ഹൽഖ്, 3 മഖ്റജ് എത്ര അക്ഷരം? 6 അക്ഷരം. 3 ലിസാൻ, 10 മഖ്റജ് 18 അക്ഷരങ്ങൾ. ഷഫത്താനി 2 മഖ്റജ് 4 അക്ഷരങ്ങൾ. തരിമൂക്കിൽ നിന്ന് ഒരു മഖ്റജ് ഗുന്നത്ത്. ഓക്കെ, മീം നോനിന്റെ ഗുന്നത്ത്. ഓക്കെ. അപ്പൊ നമുക്ക് 17 ആയോ നോക്കാം. ജൗഫിൽ എത്ര മഖ്റജ്? 17 പോയിന്റ് ആയോ നോക്കാം. ഈ 5 മെയിൻ പോയിന്റുകളിൽ ജൗഫിൽ എത്ര മഖ്റജാ? 1 അല്ല, ജൗഫിൽ 1. അപ്പൊ 1 ആയി.
ഇനി ഹൽക്കിൽ എത്ര പോയിന്റാ പറഞ്ഞത്? 3. അപ്പൊ 3 1 4 മഖ്റജായി. നമുക്ക് 17 കിട്ടണം. പിന്നെ ഹൽക്ക് കഴിഞ്ഞാൽ പിന്നെ ലിസാനിൽ എത്ര പറഞ്ഞത്? 10 മഖ്റജാണ്. അപ്പൊ 10 ഉം 4ഉം 14. പിന്നെ ഷഫത്താനിയിൽ എത്ര മഖ്റജ? 2 അപ്പൊ 14 2 എത്രയായി? 16. പിന്നെ ഖൈഷും തരിമൂക്കിൽ ഒരു മഖ്റജ. അപ്പോ 17. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അക്ഷരങ്ങൾ കൂടെ ഒന്ന് പറയാം. ഇപ്പൊ നമ്മൾ അക്ഷരം ഏതാന്ന് പറഞ്ഞിട്ടില്ല. അതോടുകൂടെ സംഗതി ക്ലിയർ ആയി അല്ലെ? ഒന്നാമത് നമ്മൾ പറഞ്ഞ ജൗഫാണ് അല്ലെ? ജൗഫിൽ നിന്ന് വരുന്നത് മദ്ദിയായ 3 അക്ഷരങ്ങളാണ്. മദ്ദിയായ എന്ന് പറഞ്ഞാൽ നമ്മൾ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഫത്ഹിനെ നീട്ടാൻ വരുന്ന സുക്കൂനായ അലിഫ്, കെസറിനെ നീട്ടാൻ വരുന്ന സുക്കൂനുള്ള യ, ലമ്മിനെ നീട്ടാൻ വരുന്ന ലമ്മിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ്. അപ്പൊ ഒന്നാമത്തെ മഖ്റജ് നമ്മൾ പറഞ്ഞത് 5ൽ നിന്ന് ജൗഫാണ്. ജൗഫിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ 3 പറഞ്ഞു. അത് ആരൊക്കെയാന്ന് ഇപ്പൊ കിട്ടി. ദീർഘത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫത്ഹിന് ശേഷം വന്ന സുക്കൂനുള്ള അലിഫ്, പറഞ്ഞോളി. കെസറിന് ശേഷം വന്ന സുക്കൂനുള്ള യ, ലമ്മിന് ശേഷം ഇതിനെ പറ്റി മൊത്തത്തിൽ നമുക്ക് മദ്ദിയായ അക്ഷരങ്ങൾ എന്ന് പറയാം. മദ്ദിന് വേണ്ടി ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ഈ 3. ഇനി തൊണ്ടയുടെ മഖ്റജുകൾ എത്ര പോയിന്റാന്നാ പറഞ്ഞത്? 3 പോയിന്റാണ്. ഇതാ നോക്കിക്കോളൂ. താഴെ അറ്റത്ത് നിന്ന് ഹംസ ഹ അ ഇ ഉ എന്ന് പറയുന്നതും ഹ ഹി. ഏതൊക്കെയാണ്? താഴെ നിന്ന് ഹംസ ഹ, തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഐൻ ഹ. നല്ല ഉഷാറുണ്ട് കേൾക്കാൻ അല്ലേ? ഐൻ ഹ. തൊണ്ടയുടെ മേലെ അറ്റത്ത് നിന്ന് വായോടെ അടുത്ത സ്ഥലത്ത് നിന്ന് ഗൈൻ ഖ. തൊണ്ടയിന്നാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓയിൻ എന്ന് പറയേണ്ട. മൂന്നാമത്തെ ഏതാണ്? ലിസാൻ. അറബി തന്നെ പോലെ ലിസാൻ. ലിസാൻ എന്ന് നമുക്ക് ഇവിടുന്ന് ലിസാനില് എത്ര അക്ഷരങ്ങളുണ്ട്? 18. അല്ലോ, ഇത്രയും ചെറിയൊരു സാധനം ഒരു കൈയിന്റെ അത്രേ ഉള്ളൂ അല്ലെ? അത്രയും ഉണ്ടാവില്ല. അപ്പൊ ഉസ്താദെ 18 അക്ഷരം പറയണമെങ്കിൽ നിങ്ങൾ തല ഉണ്ടാക്കണ്ട. നമുക്ക് അത് വളരെ സിമ്പിൾ ആയിട്ട് 10 കഷ്ണാക്കണം എന്ന് പറഞ്ഞാൽ 10 പോയിന്റ്. നോ പ്രോബ്ലം. മാഷാ അല്ലാഹ്. ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് നാവിനെ പ്രധാനമായിട്ടും 4 പാർട്ടാക്കി മനസ്സിലാക്കാതെ. എന്നാ പിന്നെ നമുക്ക് സിമ്പിളായി. ഒന്ന്, നാവിന്റെ ഈ പേരാദ്യം പഠിക്കാം. നാവിന്റെ അങ്ങേയറ്റം അഖ്സൽ ലിസാൻ, വസതുൽ ലിസാൻ. ഇങ്ങോട്ട് നോക്കൂ. ഹാഫത്തുൽ ലിസാൻ നാവിന്റെ അരു, ത്വറഫുൽ ലിസാൻ. ഒന്ന് പറഞ്ഞോ, ഒന്നുകൂടെ പറയാം. നാവിന്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വായ പിളച്ചാള് അങ്ങേയറ്റത്ത് കാണുന്ന ആ സ്ഥലം, ഈ ഭാഗം. അല്ല, ഇങ്ങനെ പിടിക്കാം. അഖ്സൽ ലിസാൻ നാവിന്റെ അങ്ങേയറ്റം, വസതുൽ ലിസാൻ നാവിന്റെ മധ്യം, ഹാഫത്തുൽ ലിസാൻ നാവിന്റെ അരു. ഹാഫത്ത് നാവിന്റെ അരു ഒരു ബെഞ്ചിന്റെ കരു. ഹാഫത്തുൽ ലിസാൻ നാവിന്റെ അരു. പിന്നെ ത്വറഫുൽ ലിസാൻ നാവിന്റെ തലഭാഗം. ഓക്കെ, ഇപ്പൊ അതിന്റെ അറബി കൂടെ പഠിച്ചോളൂ. അഖ്സൽ ലിസാൻ, വസതുൽ ലിസാൻ, ഹാഫത്തുൽ ലിസാൻ, ത്വറഫുൽ ലിസാൻ. ഓക്കെ, ഇനി നമുക്ക് അത് നോക്കാം. ഓരോ പോയിന്റിൽ എത്ര ആൾക്കാരുണ്ട് നോക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് അഖ്സൽ ലിസാൻ നമ്മൾ പറഞ്ഞല്ലേ, നാവിന്റെ അങ്ങേയറ്റത്ത് 2 മഖ്റജ്. എത്ര മഖ്റജ്? 2 മഖ്റജ് മാത്രമേ ഉള്ളൂ. മധ്യത്തില് 1 മഖ്റജ്. മധ്യത്തിലെ ഒറ്റ മഖ്റജ്. അതെ. ഹാഫത്തുൽ ലിസാനില് 2 മഖ്റജ്. ഓക്കെ, ഇപ്പൊ നമുക്ക് എത്ര എണ്ണം കിട്ടണം? 10 മഖ്റജ് കിട്ടണം അല്ലെ? അപ്പൊ എത്ര ഇപ്പൊ നിങ്ങളെ എണ്ണു? ഇവിടെ എത്ര ഉണ്ട്? അതെ, ഇവിടെ എത്ര ഉണ്ട്? അഖ്സൽ ലിസാനിലെ 2, മധ്യത്തിലെ 1, 3ആയി. ഇവിടെ 2. അപ്പോ 2 1 3 3 2 5ആയി. ഓക്കെ, ഇനി 5 എണ്ണം കിട്ടിയാ പോരെ? ത്വറഫുൽ ലിസാനിലെ 5 എണ്ണം. അപ്പൊ എത്രയായി? 10. കഴിഞ്ഞു.
നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് അറിയോ? നേരത്തെ ചെയ്തതുപോലെ ഓരോ പോയിന്റ് ഈ 10 സ്ഥലത്തും പുറപ്പെടുന്ന അക്ഷരങ്ങൾ എന്ന് പറഞ്ഞു നോക്കാം. അഖ്സൽ ലിസാൻ ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് ഒരക്ഷരം ഖാഫ്. തൊട്ടടുത്ത തന്നെ അടുത്ത പോയിന്റിൽ നിന്ന് ഖാഫ്. ഏതാണ്? ആദ്യത്തെ പോയിന്റിൽ നിന്ന് 2 പോയിന്റ് ഞങ്ങൾ പറഞ്ഞത്. ഒന്നാമത്തെ ഏറ്റവും അങ്ങേയറ്റത്തുനിന്ന് അതായത് ആ ഇറച്ചി പൂർണ്ണമായും സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലം ഇവിടെ. പിന്നെ അടുത്ത കുറച്ചും തൊട്ടാല് നിങ്ങൾക്ക് ഹാർഡ് പാലറ്റ് കാണും അല്ലേ? ശരിയല്ലേ? നമ്മള് അങ്ങേയറ്റത്ത് തൊട്ട് നോക്കും എല്ലാരും. വളരെ സോഫ്റ്റ് ആണ് അല്ലെ? ഇറച്ചി മാത്രമുള്ള ലഹ്മിയായ സ്ഥലമാണ്. പിന്നെ ആ എല്ല് ഭാഗം തുടങ്ങുന്ന ആ പോയിന്റില് ജോയിന്റില് അവിടെ ഇങ്ങനെ ഒരു മേട്ടം കൊടുക്കുമ്പോ എന്താവുന്ന പറയും? പിന്നെ നാവിന്റെ മധ്യത്തില് ഒരു മഖ്റജ് 3 അക്ഷരങ്ങൾ എന്നാ പറഞ്ഞത്. അതാരൊക്കെയാണ്? എല്ലാരും അങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക, മറ്റുള്ള പക്ഷെ ഒന്നും കേൾക്കണ്ട. ജീം, ഷീൻ, യ. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഫസ്റ്റ് പോയിന്റിൽ അങ്ങേയറ്റത്തുള്ളത് ആദ്യത്തെ ആള് കൊ, രണ്ടാമത്തെ ആള് മൂന്നാമത്തെ മഖ്റജ് വസത്തുൽ ലിസാനാണ്. അവിടെ 3 അക്ഷരങ്ങൾ ജീം, ഷീൻ, ഓക്കെ. ഹാഫത്തുൽ ലിസാൻ 2 മഖ്റജ്. ആദ്യത്തെ മഖ്റജില് വാദ്, രണ്ടാമത്തെ പോയിന്റില് ഏതാണ്? ഇവിടെ നാവിന്റെ മധ്യവും മേലെ അണ്ണാക്കിൽ ചേരുമ്പോഴാണ് ഷീൻ, ജീം, യ എന്നുള്ള 3 അക്ഷരം. വാദ് പറയുമ്പോഴോ നാവിന്റെ അരുവിന്റെ ആദ്യ ഭാഗം, ഇതൊക്കെ അരു തന്നെയാണ്, ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ലെഫ്റ്റ് ഭാഗം ഉപയോഗിക്കാം, വലത് ഭാഗം ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏതാ എളുപ്പം? എവിടെ വെക്കണം ആദ്യ ഭാഗം എന്നറിയോ? ഈ അണപ്പല്ലുകളുടെ ഉള്ളിൽ, ഉൾഭിത്തിയിൽ ഇങ്ങനെ വെക്കാം. ആരാണ്? ഇപ്പൊ ചുണ്ട് ഉണ്ടോ? അതിലെ ചുണ്ട് വരണം. ചുണ്ടിന്റെ അക്ഷരം എത്തിയോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ബോധ് എന്ന് പറയുന്നത്? കണ്ണാടി നോക്കി ശരിയാക്കണം. എന്താ പറയേണ്ടത് ഇവിടുന്ന്? ഓക്കെ. ഇനി ഹാഫത്തുൽ ലിസാനിൽ ഒരു മഖ്റജ് കൂടി ഉണ്ടല്ലോ അല്ലെ ഫൈസ്? അത് ഏതാണെന്നറിയോ? നാവിന്റെ അരുവിന്റെ അറ്റം, ഒന്നുകിൽ ഈ ഭാഗം രണ്ടും കവർ ചെയ്തുകൊണ്ടൊക്കെ ഈ മേലെ മുമ്പലിന്റെ ഊനിൽ ഇങ്ങനെ വെക്കുമ്പോഴ് അൽ ലാം. ആരാണ് ആള്? ലാം. ലാം. ഓക്കെ. അപ്പൊ ഖാഫ്, കാഫ്, ജീം, ഷീൻ, യ, പിന്നെ ബോദ്, പിന്നെ ലാം. എത്ര അക്ഷരം? 2, 3, 2, 5 5ഉം പിന്നെ 7 ഓക്കെ. ഇനി ത്വറഫുൽ ലിസാനിലെ 5 മഖ്റജ് 11 അക്ഷരങ്ങളാണ്. അപ്പൊ 11 7 എത്രയായി? 18ആയി. ഇപ്പൊ സംഗതി ക്ലിയർ ആയി. ഇനി നമുക്ക് ത്വറഫുൽ ലിസാന്റെ 5 മഖ്റജ് എന്ന് വരുന്ന 11 അക്ഷരങ്ങൾ കൂടെ പറയാം. ലാസ്റ്റ് പറഞ്ഞപ്പോ ഏതാങ്ങൾ പറയൂ? ലാസ്റ്റ് ലാം പറഞ്ഞു. ബോധ് ഉടനെ അടുത്ത പോയിന്റിലുള്ള ലൈവ ബോധ് കേട്ടോ. ഇങ്ങനെ തന്നെ അവിടെ പറഞ്ഞു. ശരി, ബോധ് ഞാൻ പറയന്നെ വേണം. ഞാൻ ഓരോ അക്ഷരവും ഞാൻ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ശബ്ദത്തിൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല പറഞ്ഞു തരും. അപ്പം ഇതുവരെ പറഞ്ഞത് തെറ്റാണെങ്കിൽ അതങ്ങോട്ട് ചവറ്റോട്ടയിലേക്ക് ഇടുക. ഞാൻ പറയുന്ന അതേപോലെ പറയാട്ടോ. ഇനി നമുക്ക് അടുത്ത ഈ നാവിന്റെ തലഭാഗത്ത് നിന്ന് വരുന്ന 11 അക്ഷരം പറയാം. 5 മഖ്റജിൽ നിന്നായി വരുന്ന 11 അക്ഷരം. എല്ലാരും അങ്ങോട്ട് നോക്കും. നാവിന്റെ തലയും മൈക്ക് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. നാവിന്റെ തലയും മേലെ ഉമ്പലിന്റെ ഊനും. നൂൻ. ഏതാണ്? നൂൻ. എന്താ? ഇതിപ്പോ നമ്മള് പല്ലായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഈ ഊനില് പല്ലിൽ തട്ടൂല. ഓക്കെ. അൻ നൂൻ. പിന്നെ ഏതാണ്? അതെ. പിന്നെ അടുത്ത മഖ്റജ് 5 മഖ്റജ് എന്ന് പറഞ്ഞില്ലേ? അടുത്ത മഖ്റജ് ഏതാണ്? നാവിന്റെ തലയുടെ മുതു എന്ന് പറയും. ഒരല്പം ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ ചെന്നിട്ട് തട്ടുന്ന സ്ഥലം റോ. അടുത്ത ഏതാണ്? റോ.
നാവിന്റെ തലയുടെ മുതു മേലെ ഉമ്പലിന്റെ ഊൻ. ഇങ്ങനെ റോ ഓ റോ പറഞ്ഞു നോക്കൂ. റോ അപ്പൊ ചുണ്ടിന്റെ അക്ഷരമാണോ? നാവിന്റെ അക്ഷരമാണ്. അതുകൊണ്ട് നിങ്ങൾ ചുണ്ട് ഉപയോഗിക്കണ്ട. റോ എല്ലാരും പറയും. നമ്മള് 18 അക്ഷരമാണ് നമ്മൾ ക്ലാസ്സിലുള്ളത്. പോയാനടക്കം 18 ആൾക്കാർക്ക് അല്ലെ? മാഷാ 18 ആളും പറയട്ടെ. റോ 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 ലാം നൂൻ റോ ആയില്ലേ? ഇപ്പൊ നമ്മൾ എവിടെ എത്തിന്നറിയോ? ഇതിപ്പോ പല്ലാണെങ്കില് മുൻപലിന്റെ ഊനിലെത്തി. അടുത്ത മഖ്റജ് ഈ പല്ലും ഊനും കൂടെ തട്ടിയിട്ട് പല്ലിന്റെ അപ്പൊ നമ്മള് മുൻപല്ലിന്റെ മുരട്, നാവിന്റെ തലയും മേലെ മുമ്പല്ലിന്റെ മുരടും. മുരട് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഈ പല്ലിലും കൂടെ ഒരല്പം തട്ടും. 3 അക്ഷരങ്ങളുണ്ട്. എല്ലാരും കൊണ്ട് നോക്കും. ഇപ്പൊ നിങ്ങൾ പറയണ്ട, കേട്ടാ മതി. ഞാൻ ഇവിടെ വെച്ചിട്ട് നാവിന്റെ തല കൊണ്ടുപോയി ഇവിടെ വെച്ചിട്ട് എങ്ങനെ പറയുന്നത്? പോ ദൽ ത. ഒന്നുകൂടെ പറയാം, ഇപ്പൊ കേട്ടാ മതി. പോ ദൽ ത പറഞ്ഞാട്ടെ. അല്ല, ദോല് പട്ടാണികൾ അതില്ല, നമ്മള് ഹുബ്സില് കൂട്ടണേ. അതൊക്കെ ഖലാസ് കഴിഞ്ഞു, നിർത്തി. ഓ ദാൽ ദാൽ അതെ വൈവ ചെറുതാക്കൂ. നോർമൽ ദാൽ. അടുത്തത് ഓക്കെ. ഞാൻ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോ തൊറഫുൽ ലിസാനിൽ ആദ്യം പറഞ്ഞ ആള് നൂൻ, നാവിന്റെ തലയും മേലെ ഉമ്പലിന്റെ ഊൻ ട്ടോ. പിന്നെ അടുത്തത് പറഞ്ഞത് റോ, നാവിന്റെ തലയുടെ മുതുവും മേലെ ഉമ്പലിന്റെ ഊനും. അടുത്ത മൂന്നാമത്തെ മഖ്റജ് പറഞ്ഞത് 5 അല്ലേ? മൂന്നാമത്തെ മഖ്റജ് പറഞ്ഞത് നാവിന്റെ തല മേലെ ഉമ്പലിന്റെ മുരട്. മുരട് എന്ന് പറഞ്ഞ പല്ലിലും കൂടെ തട്ടും, ആ ഇറച്ചിയിലും തട്ടും. അപ്പൊ പോ 3 അക്ഷരം. പോ ദോലോ നോ നോ ദാൽ. ഓക്കെ, അതിന്റെ പരിശീലനമാണ് പറയാൻ പോകുന്നത്. ഓക്കെ ഓക്കെ. ഇനി അടുത്ത മഖ്റജ് അല്ലേ? നമ്മളിപ്പോ നൂൻ 1 2 റോ 3 പോ ദാൽ ത. അടുത്ത പോയിന്റിൽ നിന്ന് 3 അക്ഷരം വരുന്നുണ്ട്. ആരൊക്കെയാണെന്നറിയാം? നമ്മൾ നാവിന്റെ ആ തല ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും. 2 പല്ലിങ്ങനെ മിക്കവാറും ക്ലോസ്ഡ് ആയിട്ട് നാവ് ഇങ്ങനെ വന്ന് നിൽക്കും. 3 അക്ഷരം പറയും നമ്മളങ്ങനെ. 3 അക്ഷരം ഏതൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ കേട്ടാ മതി. എന്റെ വായലോട്ട് തന്നെ നോക്കും. സോദ് സൈ സീൻ ഇതൊക്കെ ഖുർആന്റെ ശബ്ദങ്ങളാണ്. ഇത് മാറാൻ പാടില്ല. സോദ് സൈ സീൻ. സ എന്നും പറയാട്ടോ, സ എന്നും പറയാം, സൈ എന്നും പറയാം. അല്ലെങ്കിൽ നമുക്ക് ഫത്ഹ് ചെയ്ത് പറഞ്ഞു നോക്കാം. സോ സ. എല്ലാരും ഒന്ന് പറഞ്ഞു നോക്കൂ. സോ സ സ. ഓക്കെ, അതെ. സോ റായിന് പുള്ളിട്ട കേട്ടോ. അപ്പൊ തൊറഫുൽ ലിസാനില് 4 പോയിന്റാ പറഞ്ഞത്, 5 പറഞ്ഞത്. ഇതിലിപ്പോ 4 കഴിഞ്ഞു. അടുത്തത് നാവിന്റെ തല മേലെ മുമ്പലിന്റെ തെല്ലിട്ട. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു. അവിടുന്ന് 3 അക്ഷരം പെട്ടെന്ന് കഴിയും. ലാസ്റ്റ് പെട്ടെന്നുള്ള നമ്മളെ ഉസ്താദ് പറയുന്നതെന്നറിയോ? നമ്മളെ രാത്രി മീൻ കച്ചവടക്കാര് രാത്രിയായ പിന്നെ ഒരു കീശക്ക് ഇത്ര റുപ്യാന്ന് പറഞ്ഞ് വെക്കുമല്ലോ അല്ലെ? ബാക്കിയുള്ളതൊക്കെ നല്ല ലാഭത്തിൽ കിട്ടും വൈകുന്നേരം പോയാൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എത്തിയൊക്കെ 3 വെച്ചിട്ടാണ് അടി. അപ്പൊ ഒന്നാമത്തെ പോ ദാൽച്ച ഒറ്റ മഖ്റജ് പിടിച്ചാൽ മതി. നെക്സ്റ്റ് ആരൊക്കെയാ വന്നത് എല്ലാരും പറയും. ഇങ്ങനെ നാവ് വെച്ചാല് 2 മുൻപലിന്റെ ഇടയിൽ ഇങ്ങനെ വെച്ചാല് ആരാ വരിക? ഇനി അടുത്ത പോയിന്റ് ഏതാ? നാവിന്റെ ലാസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. നാവിന്റെ അക്ഷരങ്ങൾ കഴിഞ്ഞു. നാവിന്റെ തല മേലെ ഉമ്പലിന്റെ തെല്ലിൽ വെക്കാം.
ലോ ദാൽ സാ. പറയൂ. ലോ ദാൽ ദാൽ ദാ. എല്ലാരും ഇങ്ങോട്ട് നോക്കിക്കോളൂ. ലോ സ്ക്രീൻ കാണണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഈ മൂന്നാൾക്കാർ. ഇപ്പൊ 3 മെയിൻ മഖ്റജ്. ഇനി ഷഫത്ത്. പിന്നെ അപ്പൊ നാവിന്റെ 18 അക്ഷരങ്ങൾ ഇപ്പൊ നിങ്ങൾ എണ്ണി തന്നു അല്ലെ? കറക്റ്റ്. മാഷാ അല്ലാഹ്. തമാം. ഇനി നമ്മൾ അടുത്ത മെയിൻ മഖ്റജ് എന്താണ്? ചുണ്ടുകളാണ്. ചുണ്ടിൽ 2 മഖ്റജ്. എത്ര അക്ഷര പറഞ്ഞത്? 4 ആദ്യത്തെ ഒന്നാമത്തെ മഖ്റജ് ഏതാ? ഇങ്ങോട്ട് നോക്കൂ. മേലെ ഉമ്പലിന്റെ ഈ മൂർച്ചയുള്ള ഭാഗം താഴെ ചുണ്ടിന്റെ ഉള്ളിൽ വെക്ക. ഫൈസൽ. ഓക്കെ. ഷരീഫ്. അതേപോലെ ഫൈസ്. അങ്ങനെ. ഓക്കെ. അപ്പോ ചുണ്ടിന്റെ 2 മഖ്റജ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മേലെ ഉമ്പലിന്റെ തലഭാഗം താഴെ ചുണ്ടിന്റെ ഉൾഭിത്തിയിൽ വെക്ക. പറഞ്ഞു നോക്കൂ. കാറ്റ് ഇങ്ങനെ പാസ് ചെയ്യണം. ഇനി ചുണ്ടിൽ നിന്ന് രണ്ടാമത്തെ മഖ്റജ് 2 ചുണ്ടുകൾ. 3 അക്ഷരം ഏതൊക്കെയാണെന്ന് അറിയോ? വൗ ബ മീം. എല്ലാരും ഒന്ന് പറയൂ. ഞാൻ ഈ പറയുന്ന പോലെ പറയാം. വൗ ഇപ്പൊ ചുണ്ടിൽ നിന്ന് 4 അക്ഷരം കിട്ടിയില്ലേ? കറക്റ്റ്. ഓക്കെ. ഇനി ഖൈഷൂമിൽ നിന്നുള്ളത് ഗുന്നത്താണ്. ഗുന്ന എന്ന് പറഞ്ഞാൽ മീം നൂൻ എന്നുള്ള അക്ഷരങ്ങളിൽ മാത്രം ഉള്ള ഒരു സ്വഭാവമാണ് തരിമൂക്കിൽ ഒരു മൂളൽ. അല്ലേ? അതിന്റെ മഖ്റജ് ഏതാണ്? തരിമൂക്കാണ്. നമ്മള് മീമ് പറയാൻ അബ് എന്ന് മാത്രം പറഞ്ഞാൽ മീം ഉണ്ടാവില്ല. ഇവിടുന്ന് മൂളണം. എങ്ങനെ പറയാം? എല്ലാരും പറയും. അതേപോലെ തന്നെ അതെ, നാവ് ഈ ഊനിൽ വെച്ചാൽ മാത്രം എന്നേ ആവുള്ളൂ. തരിമൂക്ക് എന്നുള്ള ശബ്ദം കൂടെ വരണം. അപ്പോഴാണ് എന്താവുക? ഓക്കെ. ഇപ്പൊ മാഷാ അല്ലാഹ് നമ്മള് 17 മഖ്റജും അതിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ 33 അക്ഷരങ്ങളുണ്ടാവും. നമ്മൾ അറബി അക്ഷരങ്ങൾ